മത്സ്യസമ്പത്ത് വർദ്ധിക്കാൻ കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം പൊഴിയൂർ മുതൽ വർക്കല വരെ 42 മത്സ്യഗ്രാമങ്ങളിലാണ് പാരുകൾ നിക്ഷേപിക്കുക. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി സജി ചെറിയാൻ പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് വിഴിഞ്ഞത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് മത്സ്യസമ്പത്ത് കുറയുന്നതായി സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ അടക്കം പഠനങ്ങളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ചേർന്ന പദ്ധതി ആവിഷ്കരിച്ചത്. സംസ്ഥാനത്ത് 2222 മത്സ്യഗ്രാമങ്ങളിൽ കൃത്രിമ പാരുകളിടാനാണ് ലക്ഷ്യം. ഇതിന്റെ ആദ്യഘട്ടമാണ് തിരുവനന്തപുരത്ത് നടന്നത്. പദ്ധതി കേരളത്തിന്റെ മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര മാറ്റം വരുത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യയിൽ ആദ്യമായി ഇതിപ്പോൾ നടപ്പാക്കാൻ പോകുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഈ സംയുക്ത ബോർഡ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ നേരത്തെ നടന്നുവെങ്കിലും ഗവൺമെന്റ് തലത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ ഇപ്പോൾ നടപ്പാക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പരീക്ഷണം വിജയിക്കും. ഇൻസ്പെക്ഷൻ വെസലിൽ കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന സ്ഥലവും മന്ത്രി സന്ദർശിച്ചു. ഉരുവിലാണ് പാരുകൾ കയറ്റി കടലിന്റെ അടിത്തട്ടിലിടുക. കേന്ദ്രത്തിന്റെ 60% സംസ്ഥാനത്തിന്റെ 40% വിഹിതവും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുക. 24 തിരുവനന്തപുരം.